ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. 80ാം സ്വാതന്ത്ര്യദിനം പ്രൗഢോജ്വലമായി ആഘോഷിച്ച് രാജ്യം. ദേശീയ യുദ്ധസ്മാരകത്തിൽ ആദരമർപ്പിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ചുവപ്പുകോട്ടയിൽ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആധുനിക സാങ്കേതിക വിദ്യയുടെ അടിത്തറയായ നിർണായക ധാതു മേഖലയിൽ കരുത്തുറ്റ സാന്നിധ്യമാകാൻ ഇന്ത്യ ഒരുങ്ങുകയാണെന്ന് പ്രധാനമന്ത്രി. കേരളത്തിന് കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ പുരസ്കാരം. അംഗീകാരം സംരംഭകർക്ക് നൽകിയ മികച്ച പ്രോത്സാഹനത്തിന്. കേരളത്തിലെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് നാളെ തൃപ്പൂണിത്തുറ അത്തച്ചമയം. ഇന്തോനേഷ്യയിലുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 38ആയി. ശ്രീലങ്കയ്ക്കെതിരായ 1ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. ദേവദത്ത് പടിക്കലിന് സെഞ്ചുറി. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ദൃഢനിശ്ചയവുമായി രാജ്യം ഇന്ന് 80ാം സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. ദിനാഘോഷങ്ങളുടെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തു. ചരിത്രത്തിലാദ്യമായി പതാക ഉയർത്തലിന് മുന്നോടിയായി വന്ദേമാതരവും ആലപിച്ചു. ആചാരപരമായ 21 ഗൺ സല്യൂട്ടിന്റെയും വ്യോമസേനയുടെ MI-17 ഹെലികോപ്റ്ററുകളിൽ നിന്നുള്ള പുഷ്പവൃഷ്ടിയുടെയും അകമ്പടിയോടെയാണ് ദേശീയ പതാക വാനിലുയർന്നത്. വിവിധ മേഖലകളിൽ നിന്നുള്ള 5000-ഓളം പ്രത്യേക ക്ഷണിതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ ന്യൂഡൽഹിയിലെ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2047ഓടെ ഭാരതത്തെ വികസിത രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തിൽ യുവശക്തിയുടെ പങ്ക് വളരെ വലുതാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. जब मैं विकसित भारत की बात कर रहा हूं, देश को तेज गति से आगे बढ़ाने की बात कर रहा हूं, उसका सबसे बड़ा लाभार्थी कौन है? इन सारे प्रयासों का सबसे बड़ा साधक कौन है? अगर साधक है तो मेरे देश का युवा है. विकसित भारत की यात्रा में युवाओं की बहुत बड़ी भूमिका है. विकसित भारत का सबसे बड़ा लाभार्थी भी मेरे देश का युवा है. हमें विकसित भारत के लक्ष्य को युवाओं के साथ जोड़ करके आगे बढ़ाना है. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 1 കോടി യുവാക്കൾക്ക് നിർമ്മിത ബുദ്ധി മേഖലയിൽ സൗജന്യ പരിശീലനം നൽകും. പാവപ്പെട്ടവർക്കും ഇടത്തരക്കാർക്കും പൊതുപരീക്ഷകൾക്കായി മികച്ച അധ്യാപകരെ ഉൾപ്പെടുത്തി സൗജന്യ ഓൺലൈൻ കോച്ചിംഗ് ലഭ്യമാക്കും. 5നും 15നും ഇടയിൽ പ്രായമുള്ള കുട്ടികളിലെ കഴിവുകൾ കണ്ടെത്താൻ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് ടാലന്റ് ഹണ്ട് നടത്തുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ആധുനിക സാങ്കേതിക വിദ്യയുടെ അടിത്തറയായ നിർണായക ധാതു മേഖലയിൽ ശക്തമായ സാന്നിധ്യമാകാൻ ഇന്ത്യ ഒരുങ്ങുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ ലക്ഷ്യം മുൻനിർത്തി ഇന്ത്യ നിർണായക ധാതു ഇടനാഴി പ്രഖ്യാപിച്ചതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി. 2014 ശേഷം ഇന്ത്യ ഏകദേശം 40 രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും ഇത് ഇന്ത്യൻ വ്യവസായങ്ങൾക്കും കയറ്റുമതിക്കാർക്കും വൻ അവസരങ്ങളാണ് സൃഷ്ടിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2014 के बाद दुनिया करीब 40 देशों के साथ हमारा FTA एग्रीमेंट हो रहा. ये जो ट्रेड एग्रीमेंट्स हुए हैं, ये एक बहुत बड़ा अवसर है. मैं मेरे MSMEs को कहना चाहूंगा कि हमें इस मौके को छोड़ना नहीं है. दुनिया में हमें पहुंचना है. भारत के उत्पाद की हर चीज विश्व के बाजार में पहुंचे. चाहे हमारा टेक्सटाइल हो, हमारी मशीनरी हो, दवाइयां हो. हमने പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും 33% വനിതാ സംവരണം എത്രയും വേഗം നടപ്പിലാക്കാൻ രാഷ്ട്രീയ ഭിന്നത മാറ്റിവെച്ച് എല്ലാവരും ഒന്നിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യം കൈവരിച്ച വളർച്ച എടുത്തു കാണിക്കുന്നതായിരുന്നു ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം. ജനങ്ങളുടെ കഠിനാധ്വാനവും സമർപ്പണവുമാണ് രാജ്യത്തെ പുതിയ ഉയരങ്ങളിലെത്തിച്ചതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഒരു റിപ്പോർട്ട്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഉൽപാദനം, ഡിജിറ്റൽ വളർച്ച, പൌരന്മാർക്കുള്ള സേവന വിതരണം എന്നിവയിലെ ഇന്ത്യയുടെ പുരോഗതി പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ആധുനിക കാലഘട്ടത്തിൽ ഊർജ്ജ സുരക്ഷ അനിവാര്യതയാണെന്നും 2047ഓടെ 100 ജിഗാവാട്ട് ആണവോർജ്ജ ശേഷി കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഈ ദശകത്തിൽ 5 പുതിയ ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കും. 3 സെമി കണ്ടക്ടർ പ്ലാന്റുകളിൽ ഇതിനകം ഉൽപാദനം ആരംഭിച്ചതായും പ്രധാനമന്ത്രി അറിയിച്ചു. രാജ്യത്തെ പ്രതിരോധ ഉൽപാദനം 4 മടങ്ങ് വർദ്ധിച്ചു. ഡിജിറ്റൽ ഇടപാടുകൾ 100 മടങ്ങും ഇന്റർനെറ്റ് ഉപയോക്താക്കളുടെ എണ്ണം 4 മടങ്ങും ഉയർന്നു. രാജ്യത്ത് നക്സൽ മാവോയിസ്റ്റ് അക്രമ സംഭവങ്ങൾക്ക് അന്ത്യം കുറിക്കുകയാണെന്ന് ശ്രീ മോദി പറഞ്ഞു. വികസനത്തിന് ആക്കം കൂട്ടാനായി സപ്തധാര എന്ന പരിഷ്കരണ ചട്ടക്കൂടും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ആശംസകൾ നേർന്ന ലോക നേതാക്കൾക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ, മാൽദീവ്സ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മുയിസു, നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദ്ര ഷാ, ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് തോബ്ഗെ, സിംഗപ്പൂർ പ്രസിഡന്റ് ടി ഷൺമുഖരത്നം, ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ്, സ്ലോവാക്യൻ പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തുടങ്ങിയവർക്ക് ശ്രീ മോദി നന്ദി രേഖപ്പെടുത്തി. വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. എംബസികളിലും കോൺസുലേറ്റുകളിലും പതാക ഉയർത്തി. കേരളത്തിലും സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ദേശീയ പതാക ഉയർത്തി. കരുണയും സേവന തൽപരതയും സഹിഷ്ണുതയുമുള്ള പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് ശ്രീ വി.ഡി. സതീശൻ പറഞ്ഞു. ജില്ലാ ആസ്ഥാനങ്ങളിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് മന്ത്രിമാർ നേതൃത്വം നൽകി. നിയമസഭാ സമുച്ചയത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ വിവിധ സ്ഥാപനങ്ങളിലും വിപുലമായ പരിപാടികളാണ് നടന്നത്. തൃശൂർ ഭാരതീയ വിദ്യാഭവനിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ദേശീയ പതാക ഉയർത്തി. കേരള വനിതാ കമ്മീഷൻ ആസ്ഥാനത്ത് അധ്യക്ഷ പി സതീദേവി ദേശീയ പതാക ഉയർത്തി. കൊച്ചി മെട്രോ റെയിലിൽ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ കമ്മീഷണർ എൻ ശേഷാദ്രിനാഥനും പതാക ഉയർത്തി. തിരുവനന്തപുരം ആകാശവാണി നിലയത്തിൽ മേധാവി A.G. ബൈജു ദേശീയ പതാക ഉയർത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ശ്രീ അരബിന്ദോയുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. മഹാനായ ദാർശനികനും ദേശീയവാദിയും കവിയും ചിന്തകനുമായിരുന്ന ശ്രീ അരബിന്ദോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും മാനവ പുരോഗതിക്കും വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്കായി ജീവിതം സമർപ്പിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിന് കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ പുരസ്കാരം. പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതിയുടെ നിർവഹണത്തിലെ മികച്ച പ്രകടനത്തിനാണ് സംസ്ഥാനത്തിന് അംഗീകാരം. ഈ മാസം 24-25 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന PMFME കോൺക്ലേവിൽ പുരസ്കാരം സമ്മാനിക്കും. തൃപ്പൂണിത്തുറ അത്തച്ചമയ ആഘോഷങ്ങളുടെ കേരളത്തിലെ ഓണാഘോഷങ്ങൾക്ക് നാളെ തുടക്കമാകും. അത്തച്ചമയ ഘോഷയാത്ര മുഖ്യമന്ത്രി V.D. സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഇന്തോനേഷ്യയിലുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 38ആയി. 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുനാമിയുമുണ്ടായി. ഇടയ്ക്കിടെയുണ്ടാകുന്ന മണ്ണിടിച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ ദുഷ്കരമാക്കുന്നുണ്ട്. ശ്രീലങ്കയ്ക്കെതിരായ 1ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. 1ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 2 വിക്കറ്റിന് 288 റൺ എന്ന നിലയിലാണ്. ഇന്ത്യയ്ക്കായി ദേവദത്ത് പടിക്കൽ സെഞ്ചുറി നേടി. ഹോക്കി ലോകകപ്പ് പുരുഷ വിഭാഗത്തിൽ വെയിൽസിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. നെതർലൻഡ്സിലെ വാഗ്നർ ഹോക്കി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 3-1 ഇന്ത്യ ജയിച്ചത്. ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് പൂനെയിൽ ബ്രിക്സ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ട്രാക്ക് സംഘടിപ്പിക്കും. നവീകരണം, സഹകരണം, പരിഷ്കരണം എന്നതാണ് മറ്റന്നാൾ ആരംഭിക്കുന്ന പരിപാടിയുടെ പ്രമേയം. 7ാമത് ബ്രിക്സ് ICT കർമ്മസമിതിയുടെ യോഗത്തോടെ ആരംഭിക്കുന്ന പരിപാടിയിൽ സുസ്ഥിര ആഗോള വിവരസാങ്കേതിക വിദ്യ, ഡിജിറ്റൽ നൈപുണ്യം, സ്വയം പര്യാപ്തത, സുരക്ഷിത മനുഷ്യ കേന്ദ്രീകൃത ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എന്നീ വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കും. പരിപാടി ഈ മാസം 21 സമാപിക്കും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സാമ്പത്തിക സഹായം നൽകുന്നു എന്ന പേരിൽ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5000 രൂപയുടെ ഇൻഡിപെൻഡൻസ് ഡേ ക്യാഷ് ഗ്രാന്റ് നൽകുന്നുണ്ടെന്നും ഇതിനായി ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ കൈമാറണമെന്നും ആവശ്യപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത പൂർണ്ണമായും വ്യാജമാണെന്നും കേന്ദ്ര സർക്കാരോ പ്രധാനമന്ത്രിയോ ഇത്തരമൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ല എന്നും സർക്കാർ വ്യക്തമാക്കി. നികുതിദായകരുടെ വിദേശ ആസ്തികൾ വെളിപ്പെടുത്തൽ പദ്ധതി ഫാസ്റ്റ് DS ചട്ടങ്ങൾ 2026 പുറത്തിറക്കി കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ്. യോഗ്യരായ നികുതിദായകർക്ക് വെളിപ്പെടുത്താത്ത വരുമാനം, ആസ്തികൾ എന്നിവ നിശ്ചിത നികുതിയോടെയോ ഫീസോടെയോ വെളിപ്പെടുത്താം. നാളെ പ്രാബല്യത്തിൽ വരുന്ന ഈ പദ്ധതി പ്രകാരം ആസ്തി വെളിപ്പെടുത്തുന്നതിനുള്ള അവസാന തീയതി ഡിസംബർ 31. പ്രധാന വാർത്തകൾ വീണ്ടും. 80ാം സ്വാതന്ത്ര്യദിനം പ്രൗഢോജ്വലമായി ആഘോഷിച്ച രാജ്യം. ദേശീയ യുദ്ധസ്മാരകത്തിൽ ആദരമർപ്പിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ചുവപ്പുകോട്ടയിൽ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആധുനിക സാങ്കേതിക വിദ്യയുടെ അടിത്തറയായ നിർണായക ധാതു മേഖലയിൽ കരുത്തുറ്റ സാന്നിധ്യമാകാൻ ഇന്ത്യ ഒരുങ്ങുകയാണെന്ന് പ്രധാനമന്ത്രി. കേരളത്തിന് കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ പുരസ്കാരം. അംഗീകാരം സംരംഭകർക്ക് നൽകിയ മികച്ച പ്രോത്സാഹനത്തിന്. കേരളത്തിലെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് നാളെ തൃപ്പൂണിത്തുറ അത്തച്ചമയം.
ഇന്തോനേഷ്യയിലുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 38ആയി. ശ്രീലങ്കയ്ക്കെതിരായ 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. ദേവദത്ത് പടിക്കലിന് സെഞ്ചുറി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.